രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ. അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കരയിടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി. ഓഹോ, അങ്ങനെയാണല്ലേ? ഇത് അങ്ങനെയല്ലേ? നിന്ന് ചിലക്കാതെ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കണം. എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. ഈ കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് രമണിയുടെ വീട്ടിലെ മതില് ചരമായിരുന്നു കറക്റ്റ് പൊക്ക. ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് 4 പേരാണ് മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ജാമ്യാപേക്ഷ NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഇത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. അതോ അത് ഞാൻ ചേച്ചിയുമായി ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന. തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരി അടക്കം കണ്ടെത്തുകയും ചെയ്തത് MDMA ആണ് കണ്ടെത്തിയത്. ഇവനൊക്കെ എവിടുന്ന് വരുന്ന? ഈ നിയമത്തിന്റെ 22B വകുപ്പാണ് ചുമത്തിയത്. ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട കുറ്റം കൂടിയാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ് ഈ 3 പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. അയ്യോ, കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ